Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാനൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാപ്സിക്കം. അപ്പോൾ ഇത് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ വലിയവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളി സ്റ്റഫ്ഡ് ക്യാപ്സിക്കം ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതാണ് കൂടുതൽ ടേസ്റ്റ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ കഴിവതും ഒഴിവാക്കുക, അത് അത്ര സ്യൂട്ടാവില്ല. അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 അല്ലി മതിയാവും. പിന്നെ വെളുത്തുള്ളി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഒരു പകുതി സവോള, വലിയ സവോളയാണെങ്കിൽ പകുതി സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് മുരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. സവോള ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് പിന്നെ നമ്മൾ ഇഞ്ചി ഒന്നും ചേർക്കാറില്ല. ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ ക്യാബേജും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പോളം ക്യാബേജ് നീളത്തിലരിഞ്ഞതും 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതുമാണ്. ഒത്തിരി കനത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കാത്തതാണ് നല്ലത്. കുറച്ച് നീളത്തിലൊക്കെ അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വാടി വരുന്നവരെ ഇളക്കാം. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. ക്യാരറ്റും ക്യാബേജും ഒക്കെ കുറച്ചൊന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പോളം പനീറാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. പനീർ ഉണ്ടെങ്കിൽ ഇതിന് കുറച്ചുകൂടി ഒരു നല്ലൊരു റിച്ച് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എന്തൊക്കെയാണോ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക. അതിന് ഒരു തടസ്സവും ഇല്ല. ഇന്നത് വേണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല. പനീർ വേണം എന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ വെജിറ്റബിൾ അത് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് വാടി വരുമ്പോഴേക്കും ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസോ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കുക അതിനകത്ത്. ഞാനൊരല്പം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒറിഗാനോ ചേർക്കുമ്പോൾ ഒരു പിസ്സയുടെയൊക്കെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാനൊരല്പം മാത്രം ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊരു എരിവിന് വേണ്ടി മാത്രം. ഇനി നമ്മൾ ഇതിനകത്ത് ചില്ലി സോസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി എരിവ് ചേർക്കേണ്ട കാര്യമില്ല, ഒരല്പം കുരുമുളക് പൊടി മാത്രം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സോസ് ചേർക്കാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ചില്ലി സോസാണ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെഡ് ചില്ലി സോസ് ആണെങ്കിലും ചേർക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഏത് ചില്ലി സോസാണോ കയ്യിലുള്ളത് അതൊരല്പം ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് ഒരല്പം മല്ലിയില അല്ലെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ, നിങ്ങൾക്ക് ഏതാണ് കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒഴിവാക്കുക. ഈ ഒരു ഡിഷിന് നമുക്ക് നാടൻ കറിവേപ്പിലയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ക്യാപ്സിക്കത്തിലേക്ക് നിറയ്ക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം 2ആയിട്ട് പിളർന്നെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള സീഡെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരല്പം, നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിച്ചത് ഒരല്പം അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരല്പം ഉപ്പും കൂടെ നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഫില്ലിങ് ഒരു 3 വലിയ ക്യാപ്സിക്കം ഫില്ല് ചെയ്യാനുള്ളത് കണക്കാക്കിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ നിറയെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഫില്ലിങ്ങും റെഡിയാക്കുക. ഇനി നമുക്ക് ആ ഫില്ലിങ് ഇതിനകത്തേക്ക് നിറച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് മേളിൽ വരെ നിറയ്ക്കരുത്. നമുക്കിതിൻ്റെ മേളിൽ ഇനി ചീസും കൂടെ വെക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ള സ്പേസ് വെച്ച് വേണം നിറയ്ക്കാനായിട്ട്.
അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ വേവിച്ചെടുക്കുന്നതും. അപ്പോൾ ഞാൻ എല്ലാം ക്യാപ്സിക്കത്തിനുള്ളിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ചും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പാനിൽ വെച്ചാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വീണ്ടും നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിച്ചത് അത് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിൽ തന്നെയാണ് ഇതിനകത്തും യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ വേണം വെക്കാനായിട്ട്. നമ്മൾ ഫില്ല് ചെയ്ത ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എനിക്കിതെല്ലാം കൂടി പാനിൽ കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി അത് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു പകുതി വേവാകുന്നവരെ നമുക്കിങ്ങനെ മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം തുറന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചീസ്, ഗ്രേറ്റ് ചെയ്ത ചീസ് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ചീസും കൂടെ വരുമ്പോൾ ആ ചീസ് മെൽറ്റായി വരുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് മുഴുവൻ. അപ്പോൾ മാക്സിമം ചീസ് ചേർക്കണം. ചീസൊക്കെ ചേർത്ത് തന്നെ ഉണ്ടാക്കിയാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർ വേണം ഇതുണ്ടാക്കി നോക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് ചീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. നമ്മൾ പിസയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ചീസ് വെക്കുന്ന പോലെ തന്നെ നിറയെ ചീസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി ഇത് മൂടി വെച്ച് നന്നായിട്ട്, ആ ക്യാപ്സിക്കമൊക്കെ പെട്ടെന്ന് വേകും. അങ്ങനെ ഒത്തിരി വേവൊന്നുമില്ല ക്യാപ്സിക്കത്തിന്. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അടിവശമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അത് വേകുന്നവരെ, ആ ചീസെല്ലാം മെൽറ്റ് ആകുന്നവരെ വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പം നല്ല ക്യാപ്സിക്കം നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് പോയിട്ടും ഇല്ല. ചെറുതായിട്ടൊന്ന് നമുക്ക് കടിക്കാൻ കിട്ടണം. അടിവശം മൊരിഞ്ഞും ഇരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫ്ഡ് ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്